ഹായ് ഫ്രണ്ട്സ്, ഞാൻ ജെൻസി ബിനോയ്. ഞാനൊരു നേഴ്സാണ്. ഇസ്രായേലിലാണ് ജോലി ചെയ്യുന്നത്. ഞാൻ ഈ വീഡിയോ വരാൻ കാരണം എഴുതുവാൻ സമയമില്ലാഞ്ഞിട്ടാണ്. ഞാൻ ഇതിനു മുമ്പ് പല പോസ്റ്റുകളും നേഴ്സുമാരെക്കുറിച്ച് എഴുതി ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇന്ന് എനിക്ക് എഴുതുവാൻ സമയമില്ലാത്തതുകൊണ്ട് ഒന്നാമത്തെ കാര്യം അതാണ്. രണ്ടാമത്തെ കാര്യം, ഇന്നലെ എനിക്ക് വളരെയേറെ ബുദ്ധിമുട്ടുണ്ടാകുന്ന ഒരു കാര്യം ഉണ്ടായി. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇത് വരാനായിട്ട് കാര്യം. എൻ്റെ കൂട്ടുകാരി ഒരാള് വർക്ക് ചെയ്യുന്നത് ലിബിയ എന്ന രാജ്യത്താണ്. ഇപ്പോഴും അവൾ അവിടെ വർക്ക് ചെയ്യുന്നു. ലിബിയയിലെ അന്തരീക്ഷമെല്ലാം നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ. പ്ലീസ് വാച്ച് ചെയ്യുന്നവരൊന്ന് ഷെയർ ചെയ്യണം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അസംഘടിതരായി ഞങ്ങൾ സംഘടിപ്പിച്ചപ്പോൾ മൗനം പാലിച്ചു നിൽക്കുന്ന ഗവൺമെന്റും മാനേജ്മെന്റുകളും പൊതുജനവും എന്താണ് ഞങ്ങളെന്നൊന്ന് അറിഞ്ഞിരിക്കണം. ലിബിയയിലൊക്കെ ഇന്നും മലയാളി നഴ്സുമാർ ജോലി ചെയ്യുന്നുണ്ട്. അവര് വളരെയേറെ അവിടെ കിടന്ന് കഷ്ടപ്പെടുന്നുണ്ട്. അവരെന്തുകൊണ്ടാണ് അവിടെ ഇന്നും നിൽക്കുന്നത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, നാട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ ശമ്പളമില്ല. ഞാൻ എന്റെ കൂട്ടുകാരോട് പറഞ്ഞു, നീ നാട്ടിലേക്ക് പോ. അപ്പൊ അവള് പറഞ്ഞ്, നാട്ടിൽ വന്നു കഴിഞ്ഞാൽ ഞാൻ എങ്ങനെ ലോൺ അടയ്ക്കും? ഇതിനൊന്നും മറുപടി പറയാനായിട്ട് എനിക്ക് പറ്റത്തില്ല. എന്നുവെച്ചാൽ എനിക്കും അവളെ സഹായിക്കാൻ പറ്റത്തില്ല. ഞാനും ഇതുപോലെ തന്നെ ഒരു ഇടത്തരം കുടുംബത്തിൽ നിന്ന് വന്ന വ്യക്തിയാണ്. നമുക്കെല്ലാവർക്കും തന്നെ ഓരോ ബുദ്ധിമുട്ടുകൾ കാരണമാണ് നേഴ്സുമാരെല്ലാവരും വിദേശ രാജ്യങ്ങളിലേക്ക് കയറി പോകുന്നത്. വിദേശ രാജ്യങ്ങളിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഓർക്കുന്നത് ഞങ്ങൾ വളരെ സുഖിച്ച് അവിടെ ജോലി ചെയ്യുന്നു. ഒരിക്കലുമല്ല. നന്നായി തൊഴിൽ ചൂഷണം ഞങ്ങൾക്ക് അനുഭവിക്കുന്നുണ്ട്. ഞങ്ങൾ കേൾക്കുന്ന ചീത്തകൾക്കൊക്കെ ഓരോ രാജ്യക്കാരുടെ കയ്യിൽ നിന്നാണ് ഞങ്ങൾ ചീത്തകൾ കേട്ടിട്ടുള്ളത്. ഞാനൊക്കെ സൗദി വർക്ക് ചെയ്യുന്ന ഏതെല്ലാം നാഷണാലിറ്റിക്കാരുടെ കയ്യിൽ നിന്ന് കേട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇനിയെങ്കിലും ആ അവസ്ഥ നാട്ടിലത്തെ നേഴ്സുമാർക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോ ലൈവ് വീഡിയോ വന്നത്. പിന്നെ ഞാനൊക്കെ നേഴ്സായിട്ട് പഠിച്ചത് നാട്ടിലായതുകൊണ്ട് എനിക്കൊക്കെ നന്നായിട്ടറിയാം. കഴിഞ്ഞ ദിവസം മാനേജ്മെന്റുകൾ പറയുന്നത് കേട്ടു, മാനേജ്മെന്റ് ഹോസ്പിറ്റലുകളെല്ലാം നഷ്ടത്തിലാണ്. ഏത് മാനേജ്മെന്റ് ഹോസ്പിറ്റലാണ് നാട്ടിൽ നഷ്ടത്തിലോടുന്നത്? ഒരു മാനേജ്മെന്റ് ഹോസ്പിറ്റൽ നഷ്ടത്തിലോടുന്നില്ല. എല്ലാവരും പുതിയ പുതിയ കെട്ടിടങ്ങൾ പണിയുന്നു, പുതിയ പുതിയ ഹോസ്പിറ്റലുകൾ തുടങ്ങുന്നു. മാനേജ്മെന്റ് ഹോസ്പിറ്റലുകളിൽ ജോലി ചെയ്ത് ഞങ്ങൾക്കറിയാം അവരെങ്ങനെയാണ് കാശുണ്ടാക്കുന്നതെന്ന്. ആളുടെ മുഖത്ത് നോക്കിയിട്ടാണ് അവർ ഓപ്പറേഷൻ തിയേറ്ററിൽ പോലും പൈസ ഈടാക്കുന്നത്. നിങ്ങൾക്കറിയാമോ? നിങ്ങൾക്കിപ്പോ ഒരു സർജറി ചെയ്യണമെങ്കിൽ തിരുവനന്തപുരം തൊട്ട് അങ്ങ് കാസർഗോഡ് വരെ ഉള്ള എന്താ പറയാ ഹോസ്പിറ്റലിൽ ചെന്നിട്ട് ഏതെങ്കിലും ഒരു സർജറിയുടെ തുക എത്രയാന്ന് ചോദിക്കുക. ഓരോ ഹോസ്പിറ്റലിലും അവർ പറയുന്ന വ്യത്യസ്തമായ ചാർജുകളായിരിക്കും. ഒരു ഹോസ്പിറ്റലിൽ പോലും നമുക്ക് ഒരു ചാർജിൽ ഒരു സർജറിയും ചെയ്യാൻ പറ്റത്തില്ല. അവരതിന് പല കാരണങ്ങളാണ് പറയുന്നത്. എന്ത് കാരണങ്ങളെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അവർ പറയും, ഒന്നാമത്തെ കാര്യം അവർ പറഞ്ഞ OT-യിലെ ചാർജ്, ഡോക്ടർമാരുടെ ചാർജ്, ഇതൊന്നുമല്ല. അവർ കാശ് ഉണ്ടാക്കുക തന്നെയാണ് ചെയ്യുന്നത്. അത് പക്ഷെ നേഴ്സുമാരെ പിഴിഞ്ഞുകൊണ്ടാണ് അവരുണ്ടാക്കുന്നത്. ഞങ്ങൾക്ക് വളരെ തുച്ഛമായ തുകയിൽ ഞാനൊക്കെ ജോലി ചെയ്ത വ്യക്തികളാണ്. ഇതിലും ANM നേഴ്സസ് ഉണ്ട്, അസിസ്റ്റന്റ് നേഴ്സുമാർ 15 കൊല്ലം 20 കൊല്ലം വെറും 1300 രൂപയ്ക്ക് ജോലി ചെയ്ത അസിസ്റ്റന്റ് നേഴ്സുമാർ എന്റെ ഒപ്പം ജോലി ചെയ്തിട്ടുണ്ട്. ഞാൻ അവരെ കണ്ടിട്ടുണ്ട്. ഞാൻ ആദ്യമായിട്ട് നേഴ്സിംഗിന് എനിക്ക് ഇഷ്ടപ്പെട്ട് നേഴ്സിംഗ് പഠിക്കാൻ പോയതാണ്. അങ്ങനെ എന്നെ പോലെ ഇഷ്ടപ്പെട്ട് നേഴ്സിംഗ് പഠിക്കാൻ പോയ ഒരുപാട് വ്യക്തികളുണ്ട്. ആദ്യമായിട്ട് നേഴ്സിംഗിനെ കൊണ്ടേ ചെല്ലുമ്പോൾ തന്നെ അവര് ആദ്യമേ ഞങ്ങളോട് ചോദിച്ചത്, എത്ര രൂപ നിങ്ങൾക്ക് ഡൊണേഷൻ കൊടുക്കാൻ പറ്റും? അത് കഴിഞ്ഞിട്ട് മന്ത്ലി 1300 മുകളിൽ വരും ചിലപ്പോൾ മന്ത്ലി ഞങ്ങൾക്കുള്ള മെസ്പി. വർഷത്തിൽ ഞങ്ങൾ ഇത്ര രൂപ വെച്ച് ഫീസ് അടയ്ക്കണം. ഒരു 3 വർഷം ഞങ്ങൾ പഠിച്ചിട്ടിറങ്ങുമ്പോഴത്തേക്കും ഞങ്ങൾക്ക് ഏകദേശം ഒരു 3.5 ലക്ഷം രൂപയോളം ചെലവുണ്ട്. BSc-ക്കാർക്ക് ഏകദേശം ഒരു 5.5 ലക്ഷം 6 ലക്ഷം രൂപയുടെ ചെലവ് വരുന്നുണ്ട്. ഇതെല്ലാം കഴിഞ്ഞിട്ടും എന്താ പറയാ, ഞങ്ങൾ ഫസ്റ്റ് ഇയർ തൊട്ട് ഞങ്ങള് രാവിലെ മോർണിംഗ് ഞങ്ങൾക്ക് ക്ലാസ്സും ആഫ്റ്റർനൂണ് ഞങ്ങൾക്ക് ഡ്യൂട്ടിയുമാണ്. ഞങ്ങളെ സ്റ്റുഡന്റ് ആയിട്ട് മാനേജ്മെന്റ് പരിഗണിക്കലും ഞങ്ങൾ ചെല്ലുന്ന ഒരു സ്റ്റാഫായിട്ടാണ് അവിടെ ജോലിക്ക് ചെയ്യുന്നത്. സെക്കൻഡ് ഇയർ തൊട്ട് തന്നെ ഞങ്ങൾ നൈറ്റ് ഡ്യൂട്ടി ചെയ്തു തുടങ്ങും. തേർഡ് ഇയറിലും ഞങ്ങൾക്ക് ഡ്യൂട്ടി ഉണ്ട്. ഇതിന്റെ ഇടയ്ക്ക് ഞങ്ങൾക്ക് എക്സാമുകൾ വരും, സ്റ്റഡി ലീവുകൾ ഇല്ല. ഞങ്ങൾ പഠിച്ചോണം, അതിന്റെ ഇടയ്ക്ക് പാസ്സായിക്കോണം. ഇതൊന്നും അവർക്കറിയണ്ട. 3 വർഷം കഴിയുമ്പോഴത്തേക്കും ഞങ്ങൾ ഒരുവിധം എല്ലാ ജോലികളും പഠിച്ചിരിക്കും. അത് കഴിയുമ്പോൾ മാനേജ്മെന്റിന്റെ അടുത്ത തന്ത്രമാണ് 2 ഇയർ ബോണ്ട്. 2 ഇയർ ബോണ്ട് എന്ന് പറഞ്ഞാൽ അവർ ഞങ്ങളെ കൊണ്ട് സ്റ്റാഫിന്റെ ജോലിയാണ് ചെയ്യിപ്പിക്കുന്നത്. ആ ജോലി ചെയ്യുമ്പോൾ ഞങ്ങൾക്ക് ആദ്യത്തെ വർഷം അവർ വെറും 250 രൂപ, നിങ്ങൾ ആലോചിച്ച് നോക്കുക, വെറും 250 രൂപ ഒരു മാസം ഞങ്ങളുടെ കയ്യിലേക്ക് അവർ തരുന്നത്. സെക്കൻഡ് ഇയർ അവർ തരുന്നത് 950 രൂപ. ഇതൊക്കെ എന്തിനു വേണ്ടി? ചില ഹോസ്പിറ്റലുകളിൽ ഒരു വർഷം 1600 രൂപ കൊടുക്കുന്നുണ്ട്. ആ 600 രൂപ അവർ മെസ്പി ആണെന്ന് പറഞ്ഞുകൊണ്ട് അങ്ങ് എടുക്കും. 1000 രൂപ ഞങ്ങൾക്ക് തരും. ഇങ്ങനെയാണ് നമ്മുടെ നാട്ടിലെ ഹോസ്പിറ്റലുകൾ ചൂഷണം ചെയ്യുന്നത്.
ഇത് കഴിഞ്ഞിട്ട് നമ്മൾ ഡ്യൂട്ടിക്ക് കയറി കഴിഞ്ഞാൽ ഓരോ ഹോസ്പിറ്റലിൽ ഞാൻ ചെയ്ത 2 ഹോസ്പിറ്റലുകളിൽ ഞങ്ങൾ ചെയ്തിരിക്കുന്നത് 15 മണിക്കൂർ നൈറ്റും 9 മണിക്കൂറും ഡേയുമാണ്. ഇതിന്റെ ഇടയ്ക്ക് ഉണ്ണാനായിട്ട് സമയമേ ഇല്ല. അല്പം ഒന്ന് പ്രാഥമിക കർമ്മത്തിന് പോകണമെന്ന് അവിടെ സമയമില്ല. നമുക്ക് സമയമുണ്ടോ? വേണമെങ്കിൽ നിങ്ങൾക്ക് പോകാം. നമുക്ക് ഇരിക്കണോ? നമ്മൾ ഇരിക്കുക എന്നുള്ള ചിന്തയെ അവിടെ വേണ്ട. എന്തിനാണ് ഈ മാനേജ്മെന്റുകൾ വന്നിട്ട് ഇത്രമാത്രം നഴ്സുമാരെ ക്രൂശിച്ചിട്ട് ഇവർക്ക് മതിയായില്ലേ? ഈ കാര്യത്തിൽ എല്ലാം കാസർഗോഡ് തൊട്ട് അങ്ങ് ട്രിവാൻഡ്രം വരെയുള്ള എല്ലാ മതസ്ഥരുടെയും ഹോസ്പിറ്റൽ ഒന്നിച്ചു നിൽക്കുന്ന കണ്ടപ്പോൾ മതസൗഹാർദ്ദത്തിന് നിങ്ങൾ പേരെടുക്കാൻ വേണ്ടിയിട്ടല്ല, ഞങ്ങൾക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്തു എന്ന് സ്വയം ചിന്തിക്കുക. അതുപോലെ തന്നെ തിയേറ്ററുകളില് ചില തിയേറ്ററുകൾ ഹോസ്പിറ്റലില് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, തിയേറ്ററിൽ ചെല്ലുമ്പോൾ ഒരു നേഴ്സ് ഒരു പച്ച ഗൗൺ ഇട്ട് വരുന്നത്. ആ പച്ച ഗൗണില് അല്പം ബ്ലഡ് പറ്റിയാല് അല്ലെങ്കിൽ കുറച്ച് ബ്ലഡ് പറ്റിയാല് അത് കഴുകിയാൽ ചിലപ്പോൾ പോവില്ല. ആ ഷീറ്റ് രോഗി വരുമ്പോ കടക്കാൻ വേണ്ടി നമ്മളൊരു ഷീറ്റ് വിരിക്കും. അവർ ആ ബ്ലഡിന്റെ ഭാഗം കട്ട് ചെയ്തിട്ട് ആ ഷീറ്റ് എടുത്ത് അതേ വിരിച്ചിട്ട് രോഗിയുടെ കയ്യിൽ നിന്ന് അതിന് വേണ്ടിയിട്ട് 1000 രൂപ വരെ ഈടാക്കുന്ന ഹോസ്പിറ്റലുകൾ നമ്മുടെ നാട്ടിലുണ്ട്. നിങ്ങൾ അറിഞ്ഞിരിക്കണം, ജനങ്ങളെ നിങ്ങൾ അറിഞ്ഞിരിക്കണം. നിങ്ങളെ ഇത് ഡീലക്സ്, സെമി ഡീലക്സ് എന്ന് പറഞ്ഞ ഹോസ്പിറ്റലിൽ കുറെ മുറികളുണ്ട്. എന്തുവാണ് ഒരു എസിയും ഒരു ടിവിയും കൊടുത്തു കഴിഞ്ഞാൽ ഡീലക്സ് എന്ന് പറഞ്ഞാൽ അവർ എത്ര രൂപയാണ് നിങ്ങളുടെ കയ്യിൽ നിന്ന് മേടിക്കുന്നത്? നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഏതെങ്കിലും ഒരു ഹോസ്പിറ്റൽ ഫ്രീ ആയിട്ട് ഒരു കുഞ്ഞിനെങ്കിലും സർജറി ചെയ്തെന്ന്? നമ്മൾ ഫേസ്ബുക്കിലും വാട്സപ്പിലും എല്ലാ ദിവസവും കാണുന്നുണ്ട്. എത്രയോ കുഞ്ഞുങ്ങളാണ് സർജറിക്ക് വേണ്ടി പൈസ ഇറക്കുന്നത്. ഇവർക്ക് ഒരു സർജറി ഫ്രീ ആയിട്ട് ചെയ്തു കൊടുത്തൂടെ? മാനേജ്മെന്റുകൾ എന്നിട്ട് പറയുന്നു ഞങ്ങളുടെ കയ്യിൽ കാശില്ല എന്ന്. അത് കഴിഞ്ഞിട്ട് ഇവർ എത്ര രൂപ ടാക്സ് അടയ്ക്കുന്നുണ്ട്? നിങ്ങളൊരു പ്രൈവറ്റ് ആശുപത്രി ചെല്ലുമ്പോൾ പ്രിയപ്പെട്ട ജനങ്ങളെ, നിങ്ങളെ എന്തുമാത്രം ജനസാഗരമാണ് അവിടെ കാണുന്നത്. അപ്പൊ ഒരു മാസം ഇവർ ഒരു ദിവസത്തെ വരുമാനം എന്തായിരിക്കും എന്ന് ആലോചിച്ചു നോക്കിക്കേ. നിങ്ങൾ ഒരു പനിയായിട്ട് ചെന്ന് കഴിഞ്ഞാൽ ആ പനിക്ക് അവര് മരുന്ന് എഴുതി, അടുത്ത മെഡിക്കൽ ടെസ്റ്റുകൾ എഴുതി, ഇതിനെല്ലാം ചെയ്തു വരുമ്പോൾ നിങ്ങളുടെ കയ്യിൽ നിന്ന് ഏകദേശം ഒരു 3000 രൂപയോളം പോകും. ആ 3000 രൂപ പോകുമ്പോൾ ഒരാളല്ല പോകുന്നത്, എത്ര വ്യക്തികൾ അവിടെ ഉണ്ട്. അപ്പൊ ഒരു ദിവസത്തെ വരുമാനം, ഒരു മാസത്തെ വരുമാനം, ഇതുപോലെ ടാക്സ് ആയിട്ട് ഗവൺമെന്റ് പോകുന്നുണ്ട്. ആരെങ്കിലും ഇതിനെക്കുറിച്ച് അന്വേഷിക്കുന്നുണ്ടോ? എന്നിട്ട് മാനേജ്മെന്റുകൾ പറയുന്നു ഞങ്ങൾ നഷ്ടത്തിലാണ്. അവരൊരു നഷ്ടത്തിലും ഇല്ല. മാനേജ്മെന്റ് ഹോസ്പിറ്റലുകളുടെ വളർച്ച കണ്ട വ്യക്തിയാണ് ഞാൻ. എന്നുവെച്ചാൽ ഞാൻ നിന്ന ഹോസ്പിറ്റലിൽ നിന്ന് ഒരുപാട് വളർന്നിരിക്കുന്നു. അതുകൊണ്ട് എനിക്ക് നന്നായിട്ടറിയാം. മുഖം നോക്കിയാണ് അവർ മരുന്ന് കഴിഞ്ഞിട്ടുള്ള ബില്ലുകൾ സകലതും എഴുതുന്നത്. അതുപോലെ തന്നെ ഡോക്ടർമാര് മരുന്ന് എഴുതിയിട്ട് ഐസിയുലൊക്കെ ഒരുപാട് ഞങ്ങൾ കഷ്ടപ്പെട്ടിട്ടുണ്ട്. 4 ബെഡുള്ള പേഷ്യന്റിനെയൊക്കെ 4 ബെഡേലും കയറ്റി കിടത്തിയിട്ട് ഇവരങ്ങ് പോകത്തേ ഉള്ളൂ. നമ്മൾ തന്നെ വേണം നിന്ന് ജോലികൾ തീർക്കാനായിട്ട്. എന്തെങ്കിലും പറ്റിയോ എന്ന് നോക്കേണ്ടവരും ഞങ്ങളുടെ കടമയായിട്ട്. നിങ്ങളിപ്പോ ചോദിക്കും ഇത് നിങ്ങളുടെ കടമയല്ലേന്ന്. പക്ഷെ ഒന്ന് ഇരിക്കാൻ പോലും അല്ലെ ഭക്ഷണം കഴിക്കാൻ പോലും നേരെയില്ലാതെ ഇത്രയും നേരം ഡ്യൂട്ടി ചെയ്തിട്ട് കിട്ടുന്ന 3000 രൂപ എന്ന് പറയുമ്പോൾ ഞങ്ങൾ എന്ത് ചെയ്യും? അതുപോലെ തന്നെ ലോൺ എടുത്ത് പഠിക്കുന്ന പിള്ളേര് നിങ്ങൾ കേൾക്കണം. എന്റെ വീടിന്റെ അടുത്ത് ഒരു മനുഷ്യൻ അയാൾക്കുണ്ടായ അനുഭവം പറഞ്ഞപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. 3 പെൺമക്കള് 2 പെൺമക്കളെ 10 സെന്റ് സ്ഥലം എടുത്ത് അയാൾ ലോൺ എടുത്ത് പഠിപ്പിച്ചു കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു? നേഴ്സിംഗ് പഠിച്ചിറങ്ങി, നാട്ടിൽ ശമ്പളമില്ല. അപ്പത്തേക്കും മൂത്ത കുട്ടിയെ കെട്ടിക്കാൻ പ്രായമായി. പുള്ളിക്കാരൻ കെട്ടിച്ചു കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു? ഹസ്ബൻഡ് 1 വർഷം കഴിഞ്ഞ് മരിച്ചുപോയി. ഇപ്പോൾ ആ കുഞ്ഞും തിരിച്ചു വന്നു. 3 പെണ്ണുങ്ങൾക്ക് വീണ്ടും ചെലവിന് കൊടുക്കണേ. അതുപോലെ ഓരോ കുട്ടികളും. ഞാൻ പറഞ്ഞില്ലേ, ഇന്നലെ എന്റെ കൂട്ടുകാരി പറഞ്ഞില്ല, അവള് ലിബിയയിലാണ് വർക്ക് ചെയ്യുന്നത്. ഞാൻ അവളോട് തിരിച്ചു വന്നപ്പോൾ അവള് പറഞ്ഞ് നാട്ടിലെ കടങ്ങൾ തീർക്കണം, ലോൺ അടയ്ക്കണം, എന്റെ ഇളയത്ത് അനിയത്തിമാരാണ്, അവരെ നോക്കണം. ഇതൊക്കെ നിങ്ങളൊന്ന് കേൾക്കുക. പ്രിയ സഹോദരങ്ങളെ, ഞങ്ങളോടൊപ്പം ചേരുക. അതുപോലെ തന്നെ ഞങ്ങൾക്കൊരു അസുഖം വന്നു കഴിഞ്ഞാൽ സ്റ്റാഫായിട്ട് പോലും ഞങ്ങൾ അഡ്മിഷൻ ചെന്നു കഴിഞ്ഞാൽ അവര് ഞങ്ങൾക്ക് ഒരു പൈസയുടെ പോലും ഇത് ഇളവ് തരത്തില്ല. 10% അല്ലെങ്കിൽ 20%. നമുക്കൊരു ഇഞ്ചക്ഷൻ മേടിക്കണമെങ്കിൽ അതിന് പോലും ഫാർമസി പോയി നമ്മൾ ബില്ല് അടച്ചിട്ട് വേണം മേടിക്കാനായിട്ട്. ഇനിയിപ്പോ നമ്മൾ സർജറി കഴിഞ്ഞ് കിടക്കുവാണെങ്കിൽ ആ സർജറി കഴിഞ്ഞ് കിടക്കുന്ന നമ്മൾ എഴുന്നേറ്റ് പോയിട്ട് മാനേജ്മെന്റിനെ കാണണം. ഞാൻ ഇവിടുത്തെ സ്റ്റാഫാണ്, ഞാൻ സർജറി കഴിഞ്ഞിട്ടാ, എങ്കിൽ മാനേജ്മെന്റ് കുറച്ചിരും. ഇല്ലെങ്കിൽ അവിടെ മാനേജ്മെന്റ് കുറയ്ക്കത്തില്ല. ഇതുപോലത്തെ എല്ലാ കാര്യങ്ങളും മാനേജ്മെന്റ് മറച്ചു കളഞ്ഞിട്ടാണ് ഇപ്പൊ നിങ്ങളോട് പറയുന്നത്. ഞങ്ങൾ നേഴ്സുമാര് അസുഖം വന്ന സമയം നോക്കി ഞങ്ങൾ ജോലിക്ക് സമരത്തിന് ഇറങ്ങുവാന്ന്. അങ്ങനെയല്ല. ഇതാണ് ഇപ്പൊ നിങ്ങൾ തന്നെ ഇന്നത്തെ വാർത്ത കണ്ടല്ലോ, മനോരമയുടെ കൊയ്യുവാണ്. അവർക്ക് കൊയ്യാൻ പറ്റിയ സമയമാണ്. ഒരു മാനേജ്മെന്റ് ഹോസ്പിറ്റലും നഷ്ടത്തിലല്ല ഓടുന്നത്. അതുകൊണ്ട് ദേവിയത് മാനേജ്മെന്റിന്റെ മുതുകത്തിരിക്കുന്നവർ കേൾക്കുക. ഞങ്ങളെ എന്താ പറയാ, ഞങ്ങളുടെ അനുഭവം ആണ് പറയുന്നത്. ഞങ്ങളൊക്കെ 3000 രൂപയ്ക്ക് ജോലി ചെയ്തുകൊണ്ടാണ് വിദേശ രാജ്യങ്ങളിലേക്ക് കയറി പോകേണ്ട അവസ്ഥ വന്നത്. അപ്പൊ ഇനിയെങ്കിലും ഉണ്ടാകുന്ന പിള്ളേർക്ക്, ഇനി അവിടെ ജോലി ചെയ്യുന്നവർക്ക് ഈ അവസ്ഥ ഉണ്ടാകാതിരിക്കട്ടെ. അതുപോലെ തന്നെ ഇപ്പൊ റീസെന്റ്ലി എന്റെ ഒരു കസിൻ സിസേറിയൻ ആയിരുന്നു, ട്വിൻസ് ആയിരുന്നു. 16 ദിവസം എറണാകുളത്ത് ഒരു പ്രമുഖ ഹോസ്പിറ്റലിൽ കടന്നതിന് ബില്ലടച്ചത് 2 ലക്ഷം രൂപയാണ്.
നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. അങ്ങനെ ഒരു വ്യക്തിയല്ല അടയ്ക്കുന്നത്, 10 ദിവസം കൊണ്ട് അല്ലെങ്കിൽ ഒരു ദിവസം എത്ര പേരാണ് സിസേറിയൻ കഴിയുന്നത്. അപ്പൊ അവരടയ്ക്കുന്ന തുകയുടെ ഒരു കൗണ്ട് ചെയ്ത് നോക്കുക. അപ്പോൾ അറിയാം നമുക്ക് എത്ര മുതൽ അവരുണ്ടാക്കുന്നുണ്ട് നമ്മുടെ കയ്യിൽ നിന്ന്. ഇതെല്ലാം സാധാരണ നിങ്ങളും കൂടി ഇതെല്ലാം അനുഭവിക്കുന്നതാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട ജനങ്ങളെ, ഞങ്ങളോടൊപ്പം നിൽക്കുക, UNAയുടെ സമരത്തെ സപ്പോർട്ട് ചെയ്യുക. ജാസ്മിൻ ഷായെയും എല്ലാ പ്രതിനിധികളെയും ഞാനിന്ന് സപ്പോർട്ട് ചെയ്യുന്നു. എന്റെ കൂടപ്പറപ്പുകളെ പോലെ അല്ലാണ് എല്ലാവരും. എന്നാ വെച്ചാൽ ഞങ്ങളുടെ വീട്ടിൽ ഞങ്ങൾ 3 നേഴ്സുമാരാണ്. എന്റെ ബ്രദർ പരിപാടിയെ നിർത്തി. എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ശമ്പളമില്ലാതെ പണി ചെയ്തിട്ട് കാര്യമില്ലാന്ന് പറഞ്ഞു അദ്ദേഹം പരിപാടിയെ നിർത്തി. ഇപ്പൊ ഞങ്ങൾ വീട്ടിൽ 2 നേഴ്സുമാരുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഞങ്ങളെ പോലെയുള്ളവരെ സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ടാണ് ഞങ്ങളുടെ വിജയം. അപ്പൊ താങ്ക് യു ഫോർ വാച്ചിങ് എവരിബഡി. താങ്ക് യു സോ മച്ച്.